നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സീരിയയിൽ ഇന്നലെ എസ് റോമ 4-1 മോൻസയെ പരാജയപ്പെടുത്തുമ്പോൾ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി പൗലോ ഡിബാല. ഇപ്പോൾ മികച്ച പ്രകടനമാണ് ഡിബാല സീരിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിബാല എന്ന് പറയുന്ന ആരാധകരുടെ പ്രിയപ്പെട്ട ലാജോയയുടെ പ്രതിഭയിൽ ആർക്കും ഒരു സംശയവുമില്ല. ഒരു ഘട്ടത്തിൽ മെസ്സിയുടെ പിൻഗാമി എന്നുപോലും വിലയിരുത്തപ്പെട്ട താരമാണ്. പക്ഷേ പരിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ രൂപത്തിൽ വില്ലനായിട്ട് മാറി. ആ പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള നേട്ടങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു പോകുമെന്നുള്ളത് സംശയമാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം തുടർച്ചയായിട്ട് കളിക്കുന്നു, അതിൻ്റെ റിസൾട്ട് വരുന്നു. ഒരിക്കൽ സ്കലോണി പറഞ്ഞ പോലെ ഡിബാല വളരെ പ്രധാനപ്പെട്ട കളിക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു മൊമെൻറ്റം ലഭിക്കുമ്പോൾ വീണ്ടും പരിക്ക് പറ്റുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന്. ഇതാ പരിക്ക് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ഡിബാല മിന്നിക്കത്തുന്ന കാഴ്ച നമ്മളിപ്പോൾ സീരിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ ഗോളോടുകൂടി 122 ഗോളുകളായി സീരിയയിലെ ഡിബാലയുടെ പേരിൽ. സീരിയയിൽ ഏറ്റവും അധികം ഗോളടിച്ച 5ാമത്തെ അർജന്റീൻ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. ഇക്കാഡിയെ മറികടന്നിരിക്കുന്നു. ഇക്കാഡിയുടെ പേരിൽ 121 ഗോളുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 122 ഗോളുകളിലേക്ക് ലാ ജോയ എത്തിയിരിക്കുന്നു. നോക്കുക, സീരിയയിൽ ഇപ്പോൾ ഗോളടിയുടെ കാര്യത്തിൽ മുന്നിലുള്ളത് സംശയമില്ല, അത് ലൗട്രോ മാർട്ടിനസ് ആണ്. പക്ഷേ ആ ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ അധികമൊന്നും ദൂരെയല്ലാതെ പൗലോ ഡിബാലയുമുണ്ട്. ഇത് കാണുമ്പോൾ ആരാധകർക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. കാരണം ഒരുപാട് നാൾ അവർ കുതിച്ചതാണ് ഇങ്ങനെ ലാജോയെ കാണാൻ. ലൗട്രോ മാർട്ടിനസ് 23 ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്ന ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുണ്ട് പൗലോ ഡിബാല. 12 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അസിസ്റ്റിൻ്റെ കണക്കെടുത്താലും നമുക്കവിടെ ഡിബാലയെ കാണാൻ പറ്റും. അദ്ദേഹം 2ാം സ്ഥാനത്താണ്. 8 അസിസ്റ്റുകളുമായി ഒലിവർ ഗിറൂദ് ഒന്നാമത് നിൽക്കുമ്പോൾ 7 അസിസ്റ്റുകളുമായിട്ട് പൗലോ ഡിബാല സീരിയയുടെ അസിസ്റ്റ് ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുമാണ്. എന്തായാലും ലാ ജോയ മിന്നുകയാണ്. ആരാധകർ കാണാൻ ആഗ്രഹിച്ച ഡിബാല ഇതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.